പോയി നോക്കൂ. 2500 ആളുകൾക്ക് ഒരേ സമയം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ പള്ളിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പുളിക്കലങ്ങാടിയിൽ ഉണ്ടാക്കിയതെങ്കിൽ മഞ്ചേരി ചെന്നാലും മലയാളത്തിലല്ലാത്ത ഖുതുബയുണ്ടോ എന്ന് ചോദിക്കുന്ന വിഷമമാണ് മഞ്ചേരിയിൽ എത്തുന്ന സുന്നികൾക്കെങ്കിൽ 50 ലക്ഷം ഉറുപ്പിക എസ്റ്റിമേറ്റിൽ മനോഹരമായ പള്ളി മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് ആ പള്ളിയുടെ പിന്നിലുമുള്ളതെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പള്ളി ഉണ്ടാക്കുമ്പം അസൂയാലുക്കളായ മൊയ്ലിയാമാര് സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കപ്പാസിറ്റി അറിയുന്നത് കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നില്ല. അതേ സമയത്ത് നിലവിലുള്ള നിസ്കാര പള്ളികളുടെ ഓടും കഴുക്കോലും ചതല് കുത്തിയ കഴുക്കോലും മാറ്റി ഒന്ന് നന്നാക്കി കൊടുക്കാനെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇക്കാലം വരെ സാധിച്ചിട്ടുണ്ടോ? വെറും അസൂയ പറയുക എന്നല്ലാതെ ഈ സമുദായത്തിന് ഗുണകരമായ ഒരു കാര്യവും ചെയ്യാൻ മറുഭാഗത്തിന് സാധിച്ചിട്ടില്ല. കേരളത്തിലെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങൾക്കറിയാം എന്താണ് സമസ്തയെന്നും ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുമെന്നോ. ഓ മൗലവി, താങ്കൾക്കും താങ്കളുടെ സ്തുതിപാഠകന്മാർക്കും ഇദ്ദേഹത്തിന് പരിചയമില്ലേ? ഇത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് MPM ഇസ്ഹാഖ് കുരിക്കൽ. അദ്ദേഹം അഭിമാനത്തോടുകൂടി സമസ്തയെക്കുറിച്ചും സമസ്തയുടെ സമുന്നതനായ നായകൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ കുറിച്ചും തുറന്ന് പറയുന്നത് നിങ്ങൾ ചെവി തുറന്നൊന്ന് കേൾക്കൂ. അത്തരം ആളുകൾ കേട്ടോളൂ, ചെവി ഇങ്ങോട്ട് തുറന്നത് കേട്ടു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് പോകണം. അതാണ് നമുക്ക്, അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യമാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മൂല്യര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മൗലിയാമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇങ്ങോട്ട് പറയാം, ഇത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യമാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മൂല്യര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മൗലിയാമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൂല്യന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ? 84 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അന്നൊരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ, ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ അവർക്ക് അല്ലാഹുവിന്റെ ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ അവർക്ക് താല്പര്യമില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ അവർക്ക് അല്ലാഹുവിന്റെ ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ അവർക്ക് താല്പര്യമില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആതുരാലയ ആശുപത്രി രംഗത്ത്, എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തകൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഈ സമ്മേളനത്തെ കൂടുതൽ വിജയം അല്ലാഹു നൽകട്ടെ. സമസ്തയെയും സുന്നി സമൂഹത്തിനെയും അടുത്തറിഞ്ഞവർക്ക് ഇനിയും അഭിമാനത്തോടെ പലതും പറയാനുണ്ട്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് കുറ്റിപ്പുറം മണ്ഡലം MLA
KT ജലീൽ അദ്ദേഹത്തിന് എന്താണ് സമസ്തയെക്കുറിച്ചും സുന്നി സമൂഹത്തെക്കുറിച്ചും സമസ്തയുടെ സമുന്നത സ്ഥാപനമായ കാരന്തൂർ സുന്നി മർക്കസിനെ കുറിച്ചും മർക്കസിന്റെ ശില്പി മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ചും പറയാനുള്ളത് ഒന്നുകൂടെ ചെവി തുറക്കൂ. ചെവി തുറന്നോളൂ, ചെവി തുറന്നോളൂ. ഇന്ത്യ മഹാരാജ്യത്ത് സംഘടിതവും ശാസ്ത്രീയവുമായി ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ ഭൂമികയിൽ മർക്കസ് സഖാഫത്ത് സുന്നിയ അത്യുന്നതമായ ഒരു പദവിയിലാണ് വിരാജിക്കുന്നത്. ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്തുത സ്ഥാപനം മതസംഘടനകൾ എങ്ങനെയാണ് ഒരു സ്ഥാപനം കൊണ്ടു നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവും ഉദാഹരണവുമാണ്. മർക്കസിന്റെ ക്യാമ്പസിലില്ലാത്ത സ്ഥാപനങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി കലർന്ന പ്രസ്താവന ആവില്ല. അനാഥർ, അഗതികൾ, നിരാശ്രയർ, നിരാലംബർ, രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിൽ കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും കയങ്ങൾ താണ്ടുന്നവരുടെ പൊന്നോമന മക്കൾ, അങ്ങനെ പോകുന്നു ആ സ്ഥാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാദൗത്യത്തിന്റെ ശൃംഖല. ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാരിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മതപണ്ഡിതന്മാർ അവഗണിക്കപ്പെടുകയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അവർക്ക് ആത്മാഭിമാനത്തിന്റെ ജ്വാല പകർന്നു നൽകി സുന്നി പ്രസ്ഥാനത്തെ ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ വഴി നടത്തുകയുണ്ടായി. അതൊക്കെ വാർത്താനാ, അതൊക്കെ വാക്കാ, തോന്നിയത് വിളിച്ചു പറയണ്ട. നാട്ടുമാടമ്പിമാരുടെയും പ്രമാണിമാരുടെയും മേൽക്കോയ്മകൾക്ക് മുന്നിൽ പണ്ഡിതന്മാർ ഓച്ചാനിച്ചു നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് തലയെടുപ്പോടെ അഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ച് നിൽക്കുവാനുള്ള ഉൾക്കരുത്തും നെഞ്ചൂക്കും പകർന്നു നൽകി എന്നുള്ളതാണ് ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാറും മർക്കസു സഖാഫത്ത് സുന്നിയായും കേരളത്തിന്റെ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ചെയ്ത ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം. മനസ്സിലാക്കി. പണ്ഡിതന്മാർ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. ആദരവും ബഹുമാനവും പത്രമാധ്യമങ്ങളുടെ നിറം പിടിപ്പിക്കുന്ന വാർത്താശകലങ്ങളുടെ പിൻബലത്തിലല്ല ലഭിക്കേണ്ടത്. സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള പ്രവർത്തനത്തെ സാക്ഷ്യപത്രമാക്കി അവർ അതാർജിക്കേണ്ടതും നേടിയെടുക്കേണ്ടതുമാണ് എന്ന ഒരു പുതിയ അവബോധം മർക്കസും മർക്കസിന്റെ അമരക്കാരനായിട്ടുള്ള ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാരും കേരളത്തെ പഠിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിവിധ മതസംഘടനകൾ പ്രവർത്തിക്കുന്നു. ആ മതസംഘടനകൾ ചെയ്യുന്ന സേവനങ്ങൾ തീർച്ചയായും ശ്ലാഘനീയമാണ്. എന്നാൽ അതോടൊപ്പം ചേർത്തു പറയേണ്ട മറ്റൊരു കാര്യം, മർക്കസും അനുബന്ധ സ്ഥാപനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ വൈപുല്യം ഒരാൾക്കും നിഷേധിക്കുവാൻ കഴിയുന്നതല്ല. അസൂയാലുക്കളെ, നിങ്ങൾക്ക് ദഹിക്കുകയില്ല, അത് ഞങ്ങൾക്കറിയാം. ഇനിയും പല ആളുകൾക്കും സുന്നി സമൂഹത്തെപ്പറ്റി അഭിമാനത്തോടെ